ലോകകപ്പിൻ്റെ ആവേശനാളുകൾ ലോകമെമ്പാടും ആ പന്തിന് നെഞ്ചേറ്റുമ്പോൾ തൃശ്ശൂർ ജില്ലയും അങ്ങനെ വരുമ്പോൾ ജില്ലയുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിജയം അയ്യൻ പോവുകയാണ് ലോകകപ്പ് കാണാൻ. എന്നാ പോകുന്നു ചേട്ടാ? ഞാൻ 8-ാം തീയതി ഞാൻ ഗോപാട്ടിനും കൂടി 8-ാം തീയതി പോകും. എത്ര മത്സരങ്ങൾ കാണും? 2 സെമി ഫൈനലും. അതല്ല കൊല്ലം ഗോപാട്ട് അങ്ങനെയാണ് കാണിച്ചല്ലേ, 2 സെമി ഫൈനൽ കാണാറുണ്ട്. ഇപ്പോൾ എത്രാമത്തെ ലോകകപ്പ് കാണുന്നത്? 7ാമത്തെയോ? 7ാമത്തെ കണ്ടിന്യൂസ് 7ാമത്തെ കാണുന്നു. കണ്ടിന്യൂസ് ആ ലോകകപ്പിലെ ഫൈനൽ നടക്കുന്ന വേദിയിൽ തൊട്ട് മുമ്പ് എത്തി അല്ലേ? അപ്പോൾ ഞാൻ ഇതിപ്പോൾ അമേരിക്ക പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇനോഗ്രേഷന്. അപ്പോൾ ഞാൻ ന്യൂ ജേഴ്സിയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആവേശം പങ്കുവയ്ക്കുന്നത്? എല്ലാവർക്കും അറിയാം കത്ത അർജൻറ്റീന ഫാനാണ്. പക്ഷേ ഇത്തവണ അർജൻറ്റീന ഫാനാണ് എന്നതിനൊപ്പം തന്നെ CR7 ഒരു താല്പര്യം അല്ലേ? കപ്പ അവരെടുത്തോടുന്നൊരു മോഹം ഇല്ല, അർജൻറ്റീന ഫാൻ തന്നെയാണ്. പക്ഷേ മെസ്സിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്കൊക്കെ അറിയാം, ലോകം മൊത്തം ഒരു വേൾഡ് കപ്പ് മെസ്സിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ആരാധകരും, ബ്രസീലിന് ഭയങ്കര ഇഷ്ടമാണ്. ബ്രസീലിൻ്റെ ആരാധകരും ജർമ്മനിയുടെ ആരാധകരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെസ്സിക്ക് കപ്പ് കിട്ടി. പക്ഷേ 2 പേരും കൂടി ബാലൻഡിയർ, ഒരാൾ 5 കൊല്ലവും ഒരാൾ 8 കൊല്ലം ബാലൻഡിയർ എടുത്താൽ. അപ്പോൾ എന്തായാലും റൊണാൾഡോന് ഒരു കപ്പ് കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ കൊല്ലം ഈ വേൾഡ് കപ്പ് റൊണാൾഡോന് കിട്ടി കഴിഞ്ഞാൽ അല്ലെ കിരീടം വയ്ക്കാത്ത രാജാവായി പോകും. ലോകത്തെ എമ്പാടും ചർച്ച ചെയ്തിട്ടൊന്നും നമുക്കറിയില്ല. മലയാളത്തിൽ ട്രോളടക്കം ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. റൊണാൾഡോനെ സ്വന്തം ടീമിലുള്ളവർ തന്നെ പന്ത് കൊടുക്കാത്തത് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് മാച്ചിൽ നല്ല പാസ് ബ്രൂണോൻ്റെ ഫ്രീ കിക്ക് കണ്ടില്ലേ, നല്ല രസമായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. അവർക്ക് ടീം ജയിക്കേണ്ട. അപ്പം ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയറാണ് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ എന്തായാലും ഈ വേൾഡ് കപ്പ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയൊന്നും പിണങ്ങി കളിക്കുന്നു. കളിയല്ലേ, ഇത് രാജ്യത്തിന് വേണ്ടി കളിക്കണതല്ലേ. ഓരോ തലമുറയ്ക്കും ഓരോ ഇതിഹാസങ്ങളുണ്ടാവും. ഓരോ അവസരത്തിൽ നമുക്ക് മറഡോണയും പെലെയും ഒക്കെ എന്ന പോലെ ഇപ്പോൾ നമുക്ക് മെസ്സി ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, നെയ്മർ ഉണ്ട്. ശരിക്കും അങ്ങനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരുപാട് താരാരാധനയുള്ള ഒപ്പം തന്നെ വലിയ മികവുറ്റ ആ കളിക്കാരുടെ ഒരു ലോകകപ്പിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ ലോകകപ്പായിരിക്കും അല്ലേ അവരുടെയൊക്കെ? അത് കറക്റ്റാണ്. മെസ്സിയുടെയും റൊണാൾഡോൻ്റെയും. നെയ്മറിന് പിന്നെ പ്രായതയായിട്ടില്ല, പക്ഷേ ഇഞ്ചുറി നമുക്കൊന്നും ബ്രസീൽ തോൽക്കുന്ന ആഗ്രഹമില്ല. കാരണം അവരൊക്കെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് കടന്നു വന്നാൽ അവരൊക്കെ കളി കാണാനാണ് ഏറ്റവും താല്പര്യമുള്ളത് നമുക്ക്. കാരണം അത്രയും സ്റ്റാറുകളും അത്ര നല്ല ടീമാണ്. അങ്ങനത്തെ ടീമൊന്നും പെട്ടെന്ന് പുറത്ത് പോകാൻ പാടില്ല. അവരൊക്കെ 3rd റൗണ്ടിൽ വരണം. നെയ്മർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. സ്കിൽ വൈസ് ഒരു രക്ഷയില്ല. അപ്പോൾ ആളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ഇഞ്ചുറി ആവണമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവരെ കളി കാണാൻ നമ്മൾ ഈ ഉറക്കൊഴിച്ചിരുന്ന് ഒടുക്കലില്ലാത്ത സമയത്തൊക്കെയാണ് കളി. അവരൊക്കെ കളി കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് ടീമുകളുണ്ട്, അർജൻറ്റീന, ബ്രസീൽ, സ്പെയിൻ, പോർച്ചുഗൽ. പക്ഷേ ഇതിൽ തന്നെ ചില ചെറിയ ടീമുകളൊക്കെ, ചെറിയ രാജ്യങ്ങളൊക്കെ കടന്നു വന്ന അട്ടിമറി, അതാണ് ഇത്തവണത്തെ ലോകകപ്പിലൊരു ഈ ലോകകപ്പിൽ കംപ്ലീറ്റ് അട്ടിമറിയാണ്. നമ്മളൊന്നും വിചാരിക്കാത്ത ടീം കിടന്ന് ചീറിപ്പായാണ് കിടന്നിട്ട്. നെതർലാൻഡ് കണ്ടിട്ടില്ല, ബെസ്റ്റ് ടീം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബെസ്റ്റ് പ്ലേയേഴ്സാണ് എല്ലായിടത്തും. അവരൊക്കെയാണ് ഫൈനലെത്താൻ സാധ്യത. നെതർലാൻഡും മറ്റേ പോർച്ചുഗലെത്തിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ റൊണാൾഡോന് ഒരു കപ്പും കിട്ടും. ഏറ്റവും ഒടുവിൽ നമ്മുടെ എല്ലാം ആഗ്രഹം, പക്ഷേ എത്രയോ കോടിക്കണക്കിന് ജനസംഖ്യ ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഏത് കൊല്ലത്തിൽ കളിക്കും ഇന്ത്യ? നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചൊരു 30 വർഷം കഴിഞ്ഞാൽ കളിക്കാം. നല്ല കാര്യമായിട്ട് പറഞ്ഞാൽ അത്ര ഇനിയിപ്പോൾ വരുന്ന ജനറേഷൻ്റെ കുട്ടികളുടെ നല്ല ക്യാമ്പ് കൊടുത്തിട്ട് ജപ്പാനും ഇതൊക്കെ അവരങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കളി കാണാൻ ജപ്പാൻ്റെ ഇതിൻ്റെയും കളി കാണാൻ പോയപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഫസ്റ്റ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു ഇപ്പോഴല്ല ഒരു 50-ലൊക്കെ ഞങ്ങൾ വേൾഡ് കപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലും വലിയ ടീമാണ് ഇപ്പോൾ കളിക്കുന്നത്. ഭയങ്കര ജപ്പാനൊക്കെ പേടിക്കണം. കാരണം ബ്രസീലും ജപ്പാനാണ് കളി. ബെസ്റ്റ് ടീമാണ് ജപ്പാൻ എന്ന് പറയണേ. അതെ, നമുക്ക് ആരാധനയുമുണ്ട്. നമുക്ക് സ്വന്തമായി ടീമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അർജൻറ്റീനയെ സ്നേഹിക്കുന്നു, ബ്രസീലിനെ സ്നേഹിക്കുന്നു, പോർച്ചുഗലിനോടൊപ്പം നിൽക്കുന്നു. എന്തായാലും നമുക്കും ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും വരും. എന്തായാലും വിജയേട്ടൻ പോവുകയാണ് ലോകകപ്പ് കാണാൻ. ലോകകപ്പ് നേരിട്ട് കണ്ടുള്ള വിശേഷങ്ങൾ വന്നതിന് ശേഷം നമുക്ക് കേൾക്കാം, കാതോർക്കാം. എല്ലാവിധ ആശംസകളും.